Good morning, sir. Okay, Sanita, good morning. Good morning, sir. Soumya, good morning. I can't attend the last day class, sir. You. Okay. I noticed it. I went to bank, sir, for some You went- personal purpose. Where did you go? I went to the bank Okay. for release of the gold. Yes. Okay. Okay, let us start. Rosni, let us start. Okay, Sanila, let us start. Okay, Soumya. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇഫ് ക്ലോസ് ഇതിനെ കുറിച്ചായിരുന്നു. അതില് 3 എണ്ണവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. If you work hard, if you had worked. അത് 3ന്റെയും രീതി എങ്ങനെ വരുമെന്നുള്ളത് ഒരു ക്യാപ്ഷൻ പോലെ നമ്മൾ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. If you work hard, you will pass. If you work hard, you would pass. If you had worked, you would have passed. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ഒരു സംഗതിയിലേക്ക് നമുക്ക് കടക്കാം. അത് റിലേറ്റീവ് പ്രോനൗണുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അതിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ജസ്റ്റ് കുറച്ച് ദിവസമായി നമ്മൾ അതിനെ സംസാരിച്ചിട്ട്. ഓക്കെ, Arya Venugopal. Arya. Sir, How are you, Arya? I'm fine. Okay. Where are you from? Nellapara, എവിടെയാണ് സ്ഥലം? Kottayam district. District. Name of the place? Nellapara എന്നാ പറയുന്നേ. നെല്ലാപ്പാറ. Okay. കേക്കുന്നില്ല. അതെ, ആര്യ ഓണാക്കുമ്പോഴേ ഭയങ്കരമായ ഒരു ശബ്ദം വരുന്നു. ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്ക്, അതിന്റെ നിങ്ങൾ മറുപടി പറഞ്ഞാണ്. അപ്പൊ ആര്യ ജനിച്ചത് വളർന്നത് നെല്ലാപ്പാറ അല്ലെ? അങ്ങനെ സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സേ സംതിങ് അബൌട്ട് യുവർ ലൊക്കേഷൻ ഓർ സേ സംതിങ് അബൌട്ട് യുവർ നേറ്റീവ് പ്ലേസ്. നിങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ നാടല്ലേ, അത് നിങ്ങളുടെ ലൊക്കേഷനാണ്. ചിലപ്പോൾ ജനിച്ചതും വളർന്നതും അവിടെ തന്നെ ആയിരിക്കാം. അപ്പൊ ആ നാടിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയും. ആ നാടിന്റെ പ്രത്യേകതകൾ, ആ നാട്ടിൽ നിങ്ങൾ കാണുന്ന ആ നാടിനെ നിങ്ങൾ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു, അതിനുള്ള കാരണങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്, മൈ നേറ്റീവ് പ്ലേസ് ഈസ് നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ പറയണ്ട, മൈ നേറ്റീവ് പ്ലേസ് ഈസ് ചേന്ദമംഗലം. അപ്പൊ ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് എ സ്മോൾ വില്ലേജ്
It is a village area, village area. There are so many temples, mosques, and churches. ധാരാളം അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. One of the famous temple is, അമ്പലത്തിന്റെ പേര് പറയാം, one of the famous church, one of the famous mosque ഉണ്ടെങ്കിൽ അതിന്റെ പേര് പറയാം. ഇതെല്ലാം അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള സംഗതികളാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു പുഴയുണ്ടെങ്കിൽ there is a river. അപ്പൊ അത് നിങ്ങൾക്ക് പറയാം. എന്തെങ്കിലും പ്രത്യേകത നിങ്ങളുടെ നാടിനുണ്ടെങ്കിൽ ആ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് രണ്ട് വാക്ക് പറയാം. നിങ്ങൾ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ രണ്ട് വാക്ക് പറയുകയാണ്. ഭാര്യയും ആലോചിക്കുക ആര്യയുടെ നാടിനെ കുറിച്ച്. എനിക്കിഷ്ടമുള്ള എൻ്റെ പ്രിയപ്പെട്ട നാട്, അത് ഇന്ന സ്ഥലമാണ്, അതൊരു ടൗൺ ആണ്, അല്ലെങ്കിൽ ഒരു വില്ലേജ് ആണ്, നമുക്കത് പറയാം. യെസ്. അപ്പോ ആ സ്ഥലത്ത് കാണുന്ന പ്രത്യേകതകൾ. ഇനി ഏതെങ്കിലും പ്രശസ്തരായ ആളുകൾ ആ നാട്ടിൽ നിന്നുണ്ടെങ്കിൽ അതും പറയാം. മിസ്റ്റർ ഇന്ന ആള് ഇസ് കണക്റ്റഡ് വിത്ത് ദിസ് പ്ലേസ്, ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇന്ന ആൾ, അത് നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നമുക്ക് പരിചയമുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ സ്ഥലത്ത് നമ്മൾ കാണുന്ന പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തൊരു സംഗതിയിലേക്ക് പോകുന്നത്. ഓക്കെ ആര്യ, ഇപ്പോ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ആര്യ അത് വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുക. ഓക്കെ, ആര്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എ ആണ്. ആ എ എന്ന് പറയുന്ന ലെറ്ററിന്റെ ഐശ്വര്യത്തിൽ വേണം നമുക്ക് ഈ ചർച്ച അങ്ങോട്ട് മുന്നോട്ട് പോകാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംതിങ് അബൌട്ട് യുവർ നേറ്റീവ് പ്ലേസ് ഓർ സംതിങ് അബൌട്ട് യുവർ ലൊക്കേഷൻ. നിങ്ങൾ എവിടെ താമസിക്കുന്നു, ആ നാടിന്റെ പ്രത്യേകത എന്താണ്? യെസ്. ഓക്കെ ആര്യ, ഇത് തുടങ്ങിയിരുന്നു. കേൾക്കുന്നില്ല ആര്യ? ഉണ്ട്, കുറച്ച് സമയം തരും സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആര്യക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പൊ ആര്യ ഒന്ന് ആര്യ മാത്രമല്ല, എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ നാടിനെ കുറിച്ചല്ല പറയണേ. എന്റെ നാട്, എൻ പറവൂർ, എൻ പറവൂർ എന്ന് പറഞ്ഞ പോലെ നോർത്ത് പറവൂർ എന്നല്ല, എൻ പറവൂർ, എൻ യെസ് എന്ന് പറഞ്ഞ പോലെ എന്റെ നാട്, എന്റെ നാട് എന്നതാണ്. നിങ്ങളുടെ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവരോടും പറയാനായിട്ട് അവസരം കിട്ടുകയാണ്. എന്റെ നാടിന്റെ പ്രത്യേകത എന്നതാണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഗതികൾ എന്നതാണ്. പണ്ടൊരിക്കല് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാള് ഈ അശ്വമേധ പരിപാടിയിൽ ഇവിടുന്ന് പങ്കെടുത്തു. നമ്മുടെ ഒരു പരിചയത്തിലുള്ള സുഹൃത്താണ്. അപ്പോ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് യെസ് ഓർ നോ എന്ന് ചോദിക്കുന്ന സംഭവമാണല്ലോ, നിങ്ങൾ പരിപാടി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ആ പോയ ആള്, അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നായിരുന്നു, കൃഷ്ണൻ. അപ്പൊ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഞങ്ങളുടെ നാട്ടിലുള്ള പ്രത്യേകത ഉള്ളത്, ഏതാണ്ട് ഒരു ചതുരശ്ര മീറ്ററിന്റെ ഉള്ളിൽ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു ജൂവിഷ് ചർച്ച് ഉണ്ട്. ഇതൊക്കെ അരികത്തെ രീതിക്ക് യെസ്, അങ്ങനെ ഒരു ജൂവിഷ് ചർച്ച്, ജൂതപ്പള്ളി. അപ്പൊ ഇത്രയും കാര്യങ്ങള് അരികത്ത്, അപ്പൊ ഒക്കെ വളരെ സഹകരണ മനോഭാവത്തിലാണ് എല്ലാവരും അവിടെ ജീവിച്ചു വരുന്നത്. ഓക്കെ, യെസ്, വളരെ ഐക്യത്തോടു കൂടിയുള്ള സ്ഥലമാണ്. അപ്പൊ ഇത്രയും പ്രത്യേകതയുള്ള ഒരു സ്ഥലം വേറെ. അപ്പൊ ആ സ്ഥലത്തിന്റെ പേരാണ് പുള്ളി മനസ്സിൽ വിചാരിച്ചത്. യെസ്. അപ്പൊ ജൂവിഷ് ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച്, മുസ്ലിം ചർച്ച്, മോസ്ക് ആൻഡ് ടെമ്പിൾ, ഇതെല്ലാം അരികത്തരികത്താണ്. യെസ്. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ഇത് പറഞ്ഞ ഒരു പ്രത്യേകത ഉള്ള നാടാണ് ഞങ്ങളുടെ നാട്. യെസ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയുന്നത് ഇനി ആരെയൊക്കെ ആലോചിക്കാനായിട്ട് നമുക്ക് സമയം കൊടുക്കണമെങ്കിൽ ആലോചിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പറയാട്ടോ. പതിമത്തെ നമ്മളോട് പറയുന്നത് നമ്മുടെ നാടിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നു. മൈ നേറ്റീവ് പ്ലേസ് അല്ലെങ്കിൽ മൈ ലൊക്കേഷൻ, സ്ഥലം പറയുന്നു. എന്തുകൊണ്ട് ഞാൻ ആ നാടിനെ ഇഷ്ടപ്പെടുന്നു, ആ നാട്ടിലുള്ള പ്രത്യേകതകൾ പറയുന്നു. എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവിടെയാണ്, എന്റെ ഓർമ്മകൾ അവിടെയാണ്. യെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിനെ കുറിച്ച് പറയാനുണ്ടാവില്ല. യെസ്, ഒരു ഗൃഹാതുരത്വം പുലർത്തുന്ന ഓർമ്മകളായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ നാടിനെ കുറിച്ച് കടന്നു വരുന്ന ചിന്തകളാണ്
നമ്മളിവിടെ ഇംഗ്ലീഷിൽ ഷെയർ ചെയ്യുന്നത്. യെസ്, ആര്യ അവിടെ തകൃതിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം. ആര്യക്ക് ഒരുപാട് കോട്ടയത്തെ കുറിച്ച് പറയാനുണ്ട്. പറയാം. മൈ നേറ്റീവ് പ്ലേസ് is in Ernakulam district or it is in Kottayam district. The name of the place is Nellikudi. It is a small village or it is a rural area. Yes. That is the Labor card and the yes, where are cover ready at all? I get Kalavik of the Samia Gurkasomi. Are you ready? Your location, your native place. Yes. Just now, നമ്മുടെ നാടിനെ കുറിച്ച് എന്ത് വാക്ക് പറയുക കേട്ടോ. Yes. Sir, can I tell me, sir? Okay, very good. Okay, I appreciate you. About Arya, Saumi പറഞ്ഞ കഴിയുമ്പോഴേക്കും Arya, you will be get ready. Okay, just Fatimata ഈ ഐഡിയ ഒന്ന് ശ്രദ്ധിച്ചോ. ഈ മോഡൽ വരിക. Okay, Saumya, you start. I was born in Tachmara village. It is in Tachmara village is situated in Mannarkad Taluk. Mannarkad. Okay. Mannarkad. Everyone heard about Mannarkad. Mannarkad have a lot of speciality. Yes. Mannarkad temple. Yes, Mannarkad temple is very famous. Yes. Then Kundipura river is also very important river in our district. Yes. Silent Valley, the most beautiful place in Kerala, Yes. is situated in our place, in our district. Okay. Silent Valley. Ipa silent ആണ്. Yes. No, sir. Now It is silent. not silent. Yes, so silent. Okay. Yeah, yes, sir. Okay. Then there are lots of beautiful places in my place. Yes. Everyone visits to enjoy the nature beauty. Yes. Then there are a lot of mosque, temples. In my near also there is a big temple. Yes. I visit always. Yes. It is a beautiful temple, and I always pray. Yes. That's all, sir. I think that's all. Okay. Very good. Okay. So we are going to നമുക്ക് ആ കറക്റ്റ് പ്ലേസിലോട്ട് വരാം കേട്ടോ. ഓക്കെ. അതെ കറക്റ്റ് പ്ലേസിലേക്ക് എത്തിയിട്ടില്ല ഞാൻ. അതുകൊണ്ട് വരാം കേട്ടോ. ഓക്കെ ഒന്നുകൂടി ആലോചിച്ചു. ഇപ്പൊ ആ പ്ലേസിന്റെ ചുറ്റും വരുന്നതാണ് സമയം വിളിച്ചത്. ആ കറക്റ്റ് ആ പ്ലേസിലോട്ട് മൈ നേറ്റീവ് പ്ലേസ്, മൈ ലൊക്കേഷൻ, വേർ ഐ ആം ലിവിംഗ്, ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി. ആ ഒരു കുറച്ച് സിറ്റുവേഷൻ ഇത് കാണുന്ന പ്രത്യേകതയിലോട്ട് നമുക്ക് വരാം. ഓക്കെ. അപ്പൊ ഓക്കെ, Arya, yes, she may be getting ready. Okay, very good. Yes, Aditya. Yes, Aditya will be here. Yep, Nejma Nawaz. Nejma. Yes. Sanila, yes. Sanila. Sir. Okay, Sanila, can you speak about your native place or your locality? Okay, sir. Okay. ഇപ്പൊ ഞാനൊരു കാര്യം കുറച്ചേ നേരത്തെ സൗമ്യ വിട്ടെന്ന് പറയുമ്പോ അതുകൊണ്ടാണ് സൗമ്യ ചോദിക്കുന്നത്. നേരത്തെ സൗമ്യ പറഞ്ഞപ്പോ സൈലന്റ് വാലി എന്ന് പറഞ്ഞു. സൈലന്റ് വാലി എന്നുള്ള പേര് വരാനുള്ള ഒരു കാരണം പറയാം. വാലി സൈലന്റ് വാലി നിശബ്ദമായതാകട്ടെ. അതിന് സൈലന്റ് വരാനുള്ള സീവീഡ് ഇല്ലാത്തതിന്
Yes, okay, very good. Okay. അപ്പൊ ഞാനത് സൗമ്യനോട് ചോദിക്കുകയാണെങ്കിൽ സൗമ്യ പെട്ടെന്ന് പറയും. അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ അവിടെയൊക്കെ പോണം കേട്ടോ. അതൊക്കെ നമ്മൾ ഈ വലിയ ടൗണുകളിലും മറ്റും അതൊക്കെ മാത്രം നോക്കിയാൽ പോരാ. അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു റിമോട്ട് ഏരിയയിൽ ചെല്ലുമ്പോഴുള്ള പ്രത്യേകത ഭയങ്കരമായിട്ട് അതൊക്കെ നമുക്ക് വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. അത് പറയാൻ പറ്റില്ല. വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. ഓക്കെ സനില പറഞ്ഞോളൂ. I was born and brought up in Kadanangulam. It is a small village in Thiruvananthapuram district. Yes. I love my area very much. My village is very beautiful. It contains backwaters, rivers and sea. Yes. Many of the people in this locality are fishermen. Yes. This village contains many temples, mosques and churches. Yes. Kadanangulam Mahadeva temple is one of the famous temple. Comes under Thiruvidankur Devasam Board. Oh yes. The villagers are very village peoples are very loving and cooperate among. Yes. So I love my village very much. Okay. Very good. Okay, Sanila, കുറച്ചുകൂടി realistic ആയി. Very good. Okay. Jishna Prakash. Jishna. Yes. Tansini. Tasni. Okay. ഞാൻ എപ്പോഴും താൻസിന്നാ വിളിക്കാറുണ്ട്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചേട്ടാ. തസ്നി എന്നാണ്. വെരി ഗുഡ്. ഓക്കെ തസ്നി പറഞ്ഞോളൂ. പറയട്ടെ സാർ? യെസ് പറഞ്ഞോളൂ. ഏത് ഡിസ്ട്രിക്റ്റ് ആണ് കൂടി പറഞ്ഞോട്ടോ. My native place Madilagam, a small village in the heart of Thrissur district in Kerala. Yes. Is my beloved native place. Yes. Oh, Agula. It is my beloved native place. Okay. Madilagam is a village in Kodungallur Taluk. Yes. It is located around 5 miles north of Kodungallur. Yes. On National Highway 66. Yes. Its nearby localities include Essanpuram and Panangad. Yes. The place also is near to Tripurayar and Irinjalakuda. Yes. Routes. Yes. And the near place Kodungallur. Yes. Is a town rich in history and culture located in the Thrissur district of Kerala. Okay. It is the south end of Thrissur district. Yes. Okay. It is known for ancient temples, including the famous Kodungallur Bhagavati temple. Yes. And Muslim mosque, Cheraman Juma Masjid is famous. Very famous. This is the first mosque in India. Yes. This is the first mosque in India. Cheraman Juma Masjid. Yes. അവിടെയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം ഒരു പ്രാവശ്യം വന്നത്. Yes. അബ്ദുൽ കലാം വന്നത്. അപ്പൊ അവിടെ കാണുന്ന പ്രത്യേകത അബ്ദുൽ കലാം വന്നതിന് ശേഷം പുള്ളിയുടെ ഷൂ ഊരിയിട്ട് അകത്തോട്ട് കയറിയത്. അപ്പോ കൂടെ ഉണ്ടായ സെക്യൂരിറ്റിക്കാരൻ APJ അബ്ദുൽ കലാമിനോട് ഷൂ തന്നെ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പിടിച്ചോളാം. കണ്ട ഒരു മനുഷ്യന്റെ എളിമ കളിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. യെസ്, വെരി ഗുഡ്. നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. ഓക്കെ തസ്നി പറഞ്ഞോളൂ. Kodungallur was also an important port known to the Greek as Musis. Oh, very good. That's all. Okay. തസ്നീനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ രാവിലെ ഇന്ന് കൊടുക്കേണ്ടി വന്നിരുന്നു. രാവിലെ 8 മണിക്ക് ഞാൻ കൊടുക്കുന്ന ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ വരേണ്ടി വന്നിരുന്നു. ഇത് വന്നപ്പോ അവിടെയൊക്കെ പണി നടക്കുന്നതിന്റെ പേരിൽ വഴിയായി ബ്ലോക്ക് പോയപ്പോ ഇതിനെ കൂടിയാണ് ചെയ്യേണ്ടത് മനസ്സിലായി. കൺഫ്യൂസ്ഡ് ആവും ഭയങ്കരമായിട്ട്. ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ദിവസം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു.
അപ്പൊ ഞാനിപ്പോ തസ്നി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ആ ഓർമ്മകളിലൂടെയും കൂടി ഇങ്ങനെ കടന്നു വന്നതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ തസ്നി, Thank you. Thank you. ഇനി നിങ്ങളുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള തിരുവൈരാനിക്കുളം. ഓക്കെ ഓക്കെ, തിരുവഞ്ചിക്കുളം. ഓക്കെ ഓക്കെ ഓക്കെ, തിരുവൈരാനിക്കുളം അല്ല, തിരുവഞ്ചിക്കുളം. തിരുവഞ്ചിക്കുളം, ഓക്കെ ഓക്കെ, ശരിയാണ്, തിരുവഞ്ചിക്കുളം. യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്. ഇനി നിങ്ങളുടെ നാട്ടിൽ വല്ല പ്രഗത്ഭന്മാരായ ഡോക്ടറോ മജീഷ്യനോ കലാകാരന്മാരോ കലാകാരികളോ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സൂചിപ്പിച്ചോണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. ഫർസാന പറയും ഫർസാന്റെ നാടിനെ കുറിച്ച്. അത് നല്ല അഭിമാനത്തോടു കൂടി എന്റെ നാട് പറയാലോ പറ്റുള്ള. Okay, sir. ഓക്കെ ഓക്കെ Okay, I'm from Kattur, a small village in Thrissur district nearest Irinjalakuda. യെസ് It's a small village which is surrounded by Karivannur River, Yes. Kanaloy Canal, and Kanoli River. Yes. The famous writers T.V. Kochubava and Ashokan Cherivil are from here. യെസ് Now, then Euphrasia,'s born place is Kattur. യെസ് Then Euphrasia. യെസ് Okay. Our village has so many paddy fields. യെസ് There are so many temples, mosques, and churches. Ponyanam Bhagavati temple is the main temple here. And Yes. Ponyanambura is the main feast. Kudiregali, there is Kudirekali in part of Ponyanampuram. യെസ്. That's also. ഓക്കെ ഓക്കെ. ഫേമസ് ഫിലിം ആക്ടേഴ്സ് ബിലോങ് ടു ഇരിയാനകുട അല്ലേ? Yeah. ഓക്കെ ഓക്കെ ഓക്കെ, വെരി Innocent sir, Tovino, Chakyarkuttu. പിന്നെ ഒരു കോളേജ് ഉണ്ടല്ലേ, സെന്റ് ജോസഫ് കോളേജ് ഇരിയാനകുട, St. Joseph St. Christ College. I'm ക്രൈസ്റ്റ് from കോളേജ് Christ ഇരിയാനകുട. College. ഓക്കെ ഓക്കെ, ഒരുപാട് പ്രഗത്ഭന്മാരെ പഠിച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. Narayanan sir. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾക്ക് ഒരു അവസരം തന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയുക. ഓക്കെ ഫർസാന, വെരി ഗുഡ് വെരി ഗുഡ്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. സഫീറക്ക് സഫീറിന്റെ നാടിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള അവസരം കിട്ടുകയാണ്. എന്റെ നാടിന്റെ പ്രത്യേകത, എന്റെ നാട്ടിൽ ഞാൻ കാണുന്ന പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഓക്കെ സഫീറ. Sir, ഓക്കെ സാർ, പറഞ്ഞോളൂ. my hometown Koilandi. കൊയിലാണ്ടി. യെസ്. Koilandi in Kozhikode district. കോഴിക്കോട് ഡിസ്ട്രിക്ട്. ഓക്കെ ഓക്കെ. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രഗത്ഭന്മാരുടെ നാടാണ്. എത്രയോ മഹത്തായ സാഹിത്യകാരന്മാർ കടന്നു വന്നിട്ടുള്ള സ്ഥലമാണ് കോഴിക്കോട്. യെസ്. ഓക്കെ, പറഞ്ഞോളൂ. The town is known for its vibrant market യെസ്. and friendly people, creating a warm and Yes. welcome atmosphere. യെസ്. The most famous Pisharikavu temple located in my town, യെസ്. and a second mosque in Kerala, Parapalli Mosque, is located in my town. യെസ്. യെസ്. The mosque was built by Malik ibn Habib. The largest fishing harbor in Asia is Koilandi Fishing Harbor. ഓ യെസ് യെസ് യെസ്. കുറെ ഉണ്ട് ഇനിയും. പിന്നെ ദ ഫേമസ് ക്രിക്കറ്റർ ഇന്ത്യൻ ടീം രോഹൻ കുന്തുമായി. Belong to that place. Okay. രോഹൻ കുന്തുമായി Okay. കുറെ ആൾക്കാരുണ്ട്. Yes. Vasco da Gama. കാപ്പാട് ബീച്ച്, ഫേമസ് ബീച്ച് കാപ്പാട്. വാസ്കോ Yes. ഡ ഗാമ. Okay, 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 okay. Vasco da Gama is believed to have landed. Yes. കാപ്പാട് പ്രത്യേകതയും കൂടിയുണ്ട്. ലോകത്തിലെ മാപ്പില് സ്ഥാനം കിട്ടിയ ഒരു ബീച്ചാണ്. വേൾഡ് മാപ്പില് Yes. സ്ഥാനം കിട്ടിയ ഒരു ബീച്ച് കാപ്പാട് ബീച്ചാണ്.
കുറച്ചു നാളിന് മുമ്പ് ഇപ്പൊ ഈ കോഴിക്കോടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു നാടകം കാണാനായിട്ട് വന്നത്. അപ്പൊ നാടകത്തിന്റെ പേര് മിഠായി തെരുവെന്നായിരുന്നു. അപ്പോ ആ പേര് ഇൻട്രസ്റ്റ് തോന്നി കഴിഞ്ഞപ്പോ ഞാൻ ആ നാടകം കാണാനായിട്ട് കയറിയതാണ്. അപ്പോ അതിന്റെ അകത്ത് SK പൊറ്റക്കാടിന്റെ പ്രതിമയുടെ താഴെയാണ് ഈ നാടകം നടക്കുന്നത്. SK പൊറ്റക്കാട് എന്ന് പറയുന്ന കോഴിക്കോടിന്റെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരന്റെ പ്രതിമയുടെ താഴെയാണ് ഈ നാടകം നടക്കുന്നത്. അപ്പൊ രസകരമായിട്ട് ഓക്കെ. ഞാനിപ്പോ സഫീർ ഇങ്ങനെ പറഞ്ഞപ്പോ ആ മിഠായി തെരുവിനെ കുറിച്ച് ഞാനിങ്ങനെ ഓർത്താണ്. ഓക്കെ. പണ്ട് ഇടയ്ക്ക് ഞാൻ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരാറുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അങ്ങനെയാണ് ഈ കോഴിക്കോട് നഗരപാട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ജോലി ഒരു ഓർഡർ വരുന്നത് കോഴിക്കോട് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോ കോഴിക്കോട് ജില്ലയിൽ യെസ്. അപ്പൊ അവിടെ വന്നിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. ഓക്കെ, ഐ ആം വെരി ഇൻട്രസ്റ്റഡ് ടു കോഴിക്കോട്. യെസ്, ഓക്കെ. യെസ്, ഫാത്തിമത്തിന്റെ നാടിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ഫാത്തിമത്തിന്റെ അവസരം കിട്ടുകയില്ല. ഫാത്തിമ ഓക്കെ, പറഞ്ഞോളൂ ഫാത്തിമത്ത്. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട്. മതി വലുതായിട്ടൊന്നും വേണമെന്നില്ല, ചെറുതായിട്ട് മതി. My native place is Ernakulam. My place is Moachura district in Ernakulam district. Moachura place in Ernakulam district. Okay, correct. It is beautiful and well developed place. In future, Moachura may become a district. Yes. It is a huge town. Yes. They have malls and number of shopping complex and supermarket. Okay. People are encouraged their busy life. Yes. The Periyar River passes through my place. Yes. There have many tourism type areas situated in my place. Yes. Thank you. Very good. Okay. മുമ്പുള്ള തിരുവനന്തപുരം യാത്രകളിൽ കാണുന്ന സ്ഥലമായിരുന്നു ഈ സ്ഥലം കേട്ടോ, ഈ മൂവാറ്റുപുഴ. വെരി ഗുഡ്. ഓക്കെ. ഇനി ജിനി ജോണി, ഞങ്ങളിവിടെ ഓരോരുത്തരും അവരവരുടെ നാടിനെ കുറിച്ച് പറയുകയാണ്. ജനിച്ചു വളർന്ന നാട്, നമ്മൾ ഇഷ്ടപ്പെട്ട നാട്, ആ നാടിന്റെ പ്രത്യേകത, അവിടെ എന്തൊക്കെയുണ്ട്, എന്തെല്ലാം പ്രത്യേകതകളാണ് കാണുന്നത്, ഫേമസ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തുകൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു, റിവർ, പോൺസ്, ചർച്ചസ്, അങ്ങനെ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മളിങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമത്ത്, സഫീറ, ഫർസാന, സനില, ജിഷ്ണ, സൗമ്യ ഇവരെല്ലാം സംസാരിച്ചു. നമ്മൾ ആദ്യം സംസാരിക്കാന്ന് പറഞ്ഞ ആര്യനെ കാണാനില്ല, ആര്യനെ റേഞ്ച് പോയി എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഡയനെ. ജസ്ന ജസി. ജസ്ന ഓക്കെ ജസ്ന, ഓക്കെ, വെരി ഗുഡ്, നോ പ്രോബ്ലം. ഓക്കെ. ജിനി ജോണിക്ക് പറയാമോ, ജിനി ജോണി നാടിനെ കുറിച്ച്? അത് മറ്റുള്ളവരോട് പറയാനായിട്ടൊരു അവസരം കിട്ടുകയാണ് ജിനിക്ക്. സൽക്കരിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ വരിക? സൽക്കരിക്കുക, സൽക്കാരപ്രിയരാണ്. അതെ, അത് ഹോസ്പിറ്റാലിറ്റി കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ ഹോസ്പിറ്റാലിറ്റി മൈൻഡ് ഉള്ളവരെ. ഓക്കെ. ജിനിയുടെ നാടിനെ കുറിച്ച് പറഞ്ഞോളൂ ജിനി. ജിനി ജോണി. Okay, you make a preparation. Okay, very good. We will come. Yes, okay. നോക്കി, സൽക്കരിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ we will come എന്നാണ് സ്വാമി പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളിൽ ആർക്കെങ്കിലും അവരുടെ നാടിനെ കുറിച്ച് വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. യെസ്, എന്റെ നാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഓൾവേസ് വെൽക്കം സഫീറ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. യെസ്.
ഓക്കെ, ജിനിക്ക് ഞാൻ അവസരം തരാൻ പോകുന്നില്ല. യെസ്, ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മള് ടെൻസുകളും അതിന്റെ പാസീവ് വോയിസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറൊരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു വാചകം ഇതാണ്: ഇന്നലെ എന്റെ ഭർത്താവ് കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കെടുത്ത ഒരു വാചകം. ഇന്നലെ എന്റെ ഭർത്താവ് കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. സൗമ്യ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഭർത്താവ് എന്നുള്ളതിന് ഹസ്ബൻഡ്, പച്ചക്കറി എന്നുള്ളതിന് വെജിറ്റബിൾസ്, കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ്ങിങ് പാർസൽസ്, ഫ്രോട്ട്. നമ്മൾ ഇതാണ് പറയേണ്ടത്: ഇന്നലെ എന്റെ ഭർത്താവ് കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു. ഇന്നലെ എന്റെ ഭർത്താവ് കൊണ്ടുവന്നതായ പച്ചക്കറികൾ മോശമായിരുന്നു. യെസ്. The vegetable, try ചെയ്യാം. ഓക്കെ. The vegetables brought by my husband yesterday was bad. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി, ഒരു വേട് ഇല്ലാതെ വിട്ടു. ഒരെണ്ണം, ഒരു വേട് കൂടി അവിടെ വേണ്ട. ആ ഒരു ബാക്കിയൊക്കെ കറക്റ്റ്. ഓക്കെ, സനില കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് സനിലക്ക് കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ എടുത്ത് നോക്കിയേ സൗമ്യ, സനില വേട് കയറി വന്നു, വിച്ച്. അപ്പൊ ഇവിടെ ഈ വിച്ച് എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് വിച്ച് ഈസ് യുവർ കളർ, വിച്ച് ഈസ് യുവർ ബാഗ് എന്ന് ചോദിക്കുമ്പോൾ ഏത് എന്നുള്ള അർത്ഥത്തിലാണ് വിച്ച് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. അപ്പൊ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മലയാളവൽക്കരിക്കുകയാണ്. ഈ വിച്ച് എന്ന് പറയുന്ന വേർഡിന് ആയ എന്നൊരർത്ഥമുണ്ട്. ആയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊരു വാക്കിന് കൂടെ വരുന്നതായ, മറ്റേ അംഗൻവാടിയിലായല്ല, കൂടെ വരുന്ന വാങ്ങിച്ചതായ, കൊണ്ടുവന്നതായ, പഠിച്ചതായ, അല്ല, ആ ആയ എന്ന് വരില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഉപയോഗിക്കണം, വിച്ച് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നേരത്തെ സൗമ്യ വെജിറ്റബിൾസ്, പച്ചക്കറികൾ. വിച്ച് മൈ ഹസ്ബൻഡ് ബ്രോട്ട്, അല്ല, എന്റെ ഭർത്താവ് കൊണ്ടുവന്നതായ. അവിടുത്തെ വിച്ചിന്റെ അർത്ഥം ആയ എന്നാണ്, അല്ലാണ്ട് ഏതെന്നല്ല. ഓക്കെ ജിനി, അവിടെ ഒരു വിച്ച് കൂടി വേണം, അല്ലെ. ദ വെജിറ്റബിൾസ് വിച്ച് മൈ ഹസ്ബൻഡ് ബ്രോട്ട് യെസ്റ്റർഡേ. വെജിറ്റബിൾസ് ഒന്നിൽ കൂടുതൽ വേറെ ബാഡ്, അതെന്താണ്, മോശമായിരുന്നു. ഓക്കെ, അവിടെ എന്താ ചേർന്നത്, ഒരു ആയ എന്ന് അർത്ഥം വരാൻ വേണ്ടി വിച്ച് ചേർന്നത്, വിച്ച്. ഇതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ വിച്ചിനെ പറയുന്ന പേരാണ് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. നമ്മൾ ആ പച്ചക്കറിനെ അങ്ങനെ കണക്ട് ചെയ്യണം. എങ്ങനെയുള്ള പച്ചക്കറികൾ? എന്റെ ഭർത്താവ് കൊണ്ടുവന്നതായ പച്ചക്കറികൾ. ഇനി നമ്മളൊന്ന് മാറ്റി പറയാണ്, ഇന്നലെ വന്ന കുട്ടി ഇവനാണ്. ഇന്നലെ വന്ന ആൺകുട്ടി ഇവനാണ്. ഇന്നലെ വന്ന ആൺകുട്ടി ഇവനാണ്. അപ്പൊ അവിടെ എന്ത് വരും? ഇന്നലെ വന്നതായ ആൺകുട്ടി ഇവനാകുന്നു. ഓരോരുത്തരും നിങ്ങളുടെ ഭാവനക്ക് അനുസരിച്ച് ചെയ്തു. ഇന്നലെ വന്നതായ ആൺകുട്ടി ഇവനാകുന്നു. വെജിറ്റബിൾസ് നമ്മൾ എഴുതി, ഇന്നലെ കൊണ്ടുവന്നതായ പച്ചക്കറികൾ എഴുതി. ഇത് ഇന്നലെ വന്നതായ, ഇന്നലെ യെസ്റ്റർഡേ, വന്നു പറയുമ്പോൾ കെയിം, കുട്ടികളുടെ ബോയ്, എല്ലാമായില്ല. യെസ്. ഓക്കെ സനില, ഓക്കെ ഫർസാന. യെസ്. അപ്പൊ ഞാന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി പറയുകയാണ്, ഇവിടെയും ആ ഒരു ആയ എന്ന് പറഞ്ഞ സംഗതി വരും. ഇന്നലെ വന്നതായ. ഓക്കെ ജിനി, ദിസ് ഈസ് ദ ബോയ്. അപ്പൊ ആയ എന്നുള്ളത് നമ്മളോട് മിക്സ് ചേർന്നു പെട്ടെന്ന് വേണമെങ്കിൽ. വിച്ച് കെയിം യെസ്റ്റർഡേ, ഇന്നലെ വന്നതായ. പക്ഷെ അവിടെ മിക്സ് ചേർക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആയ എന്ന് പറയുന്നത് നേരത്തെ പച്ചക്കറി ആയിരുന്നു, അത് ജീവനില്ല, അപ്പൊ വെച്ച് മതി. ഇവിടെ പറയുന്നത് ബോയിനെ കുറിച്ചാണ്. അപ്പൊ ബോയ് എന്ന് പറയുമ്പോൾ ഓക്കെ സഫിയത, അതിന് ജീവനുള്ള ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ് വന്നു കഴിഞ്ഞാൽ
വിച്ച് ചേർക്കരുത്. വിച്ച് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ആയ എന്നർത്ഥം വരുന്ന വേറൊരു വാക്കാണ് ഹു. അപ്പൊ ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. ഹു കെയും, വന്നതായ. ഹു കെയും കണ്ട, ഹു എന്ന് പറയുന്ന വേർഡിന് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഹു ആർ യു, ആരാണ് നീ. ഹു ഈസ് യുവർ ഫാദർ, ആരാണ് നിന്റെ അച്ഛൻ. അപ്പൊ ഹു ആര്, ആര് എന്നുള്ള അർത്ഥത്തിൽ കൂടാതെ ആയ എന്നുള്ള അർത്ഥത്തിലും എന്ത് വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നു, ഈ ഹു എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. ഹു കെയിം, വന്നതായ. ഹു കെയിം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇവനാകുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ ഹു എന്ന് പറയുന്നത് വീണ്ടും വരാവുന്ന നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വാചകം പറഞ്ഞു. നിങ്ങൾക്ക് ഹു ഇടയിൽ വരാവുന്ന ഒരു വാചകം, ആയ എന്നൊരു അർത്ഥത്തിൽ വരാവുന്ന വാചകം സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നെങ്കിൽ, ദിസ് ഈസ് ദ ടീച്ചർ ഹു കെയിം യെസ്റ്റർഡേ. കറക്റ്റ് ആണ്. അപ്പൊ ആ നേരത്തെ പറഞ്ഞ ബോയ് എന്നുള്ളത് മാറ്റി ടീച്ചർ ആക്കി. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്, ശരിയാണ്, കുഴപ്പമില്ല. ദിസ് ഈസ് ദ ഗേൾ ഹു ഗോട്ട് ഡിസ്റ്റിങ്ഷൻ. ഓ വെരി ഗുഡ്, കറക്റ്റ് ആണ്. ദിസ് ഈസ് ദ ഗേൾ, ഇതാണ് ആ കുട്ടി. ഹു ഗോട്ട് ഡിസ്റ്റിങ്ഷൻ, ഡിസ്റ്റിങ്ഷൻ കിട്ടിയതായ കുട്ടി ഇതാണ്. അല്ല, പെൺകുട്ടി ഇതാണ്. കറക്റ്റ് ആണ്. യെസ്, അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് അവരോട് പറഞ്ഞ് കറക്റ്റ് ആണ്. നല്ല സെൻസ്, വെരി ഗുഡ്. യെസ്, യെസ്. എന്തായിരുന്നു സാർ? എന്തോ എന്തായിരുന്നു സാർ പറഞ്ഞ ക്വസ്റ്റ്യൻ? കേട്ടില്ലായിരുന്നു. നമ്മൾ പറയുന്നത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ്. റിലേറ്റീവ് പ്രോനൗൺ, റിലേഷൻ. ഒരു മിനിറ്റ്. ദിസ് ഈസ് ദ ഇന്നസെന്റ് മാൻ ഹു ഐ ഹാഡ് എവർ സീൻ. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സൗമ്യ. അവിടെ ഹു എന്നുള്ളതിനേക്കാൾ കൂടുതൽ കറക്റ്റായിട്ട് യോജിക്കുന്നത് ഹുമാണ്. ആരെയാണോ ഞാൻ കണ്ടിട്ടുള്ളത്, അല്ല ഹും, ആരെ. ഹു പോലെ തന്നെ ഹുമാണ് കറക്റ്റ് കേട്ടോ. ഹു വെച്ച് എഴുതാം, അപ്പൊ സെന്റൻസ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഓക്കെ, ജിജി നമ്മളിവിടെ പറഞ്ഞത് ആയ എന്നൊരു അർത്ഥം വരുന്ന ഒരു വേർഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് നമ്മൾ ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ ഹു എന്ന് ഉപയോഗിക്കുക, ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ വിച്ച് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ദ വെജിറ്റബിൾസ് വിച്ച് മൈ ഹസ്ബൻഡ് ബ്രോട്ട്, ദ മാൻ ഹു കെയിം, ഷീ ഈസ് ദ ഹീറോയിൻ ഹു പ്ലേഡ് ഇൻ ദ മൂവി. കറക്റ്റ്. ആ മൂവിയിലെ ഹീറോയിനായ പെൺകുട്ടി ഇവളാകുന്നു. കറക്റ്റ് ആണ്. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ. ഞാൻ അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. നമുക്ക് ഇതിനെ കുറിച്ച് എക്സസൈസും എക്സാമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് പോകണം. അപ്പൊ ജിനിയുടെ നാടിനെ കുറിച്ചുള്ള കാര്യം റെഡിയാണോ? മൈ ലൊക്കേഷൻ. സാർ ഇത് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നു. ഒരു മിനിറ്റ് സാർ പറയാം. ഓക്കെ. യെസ്, വെരി ഗുഡ്. അത് വലിയ നോക്കിക്കോ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ്. റിലേറ്റീവ് പ്രോനൗണിൽ വരുന്നത് വിച്ച് വരും, ഹൂ വരും, ഹും വരും, ഹൂസ് വരും, ദാറ്റ് വരും. ഇതില് ഹൂ, ഹൂസ്, ഹും ഇത് മൂന്നും ജീവനുള്ള വസ്തുക്കളുടെ കൂടെയും വിച്ച്, ദാറ്റ് എന്നിവ ജീവനില്ലാത്ത വസ്തുക്കളുടെ കൂടെയുമാണ് വരുന്നത്. യെസ്, അപ്പൊ ഇനി നമുക്ക് ദാറ്റ് എന്ന് പറയുന്ന വേർഡ് വരുന്ന ഒരു വാചകം മതി. ദാറ്റ് എന്ന് പറയുന്ന വേർഡ് വരുന്ന ഒരു വാചകം. ദാറ്റ് ഈസ് ഗുഡ് എന്നല്ല, ദാറ്റ് ഇടയിൽ വരും. ദാറ്റ് ആദ്യം വരരുത്, ഇടയിൽ വരാവുന്ന ഒരു വാചകം. ഞാൻ എക്സാമ്പിൾ പറയുന്നു. He told me that he had gone. He told me, അവൻ എന്നോട് പറഞ്ഞു. He had gone, അവൻ പോയിട്ടുണ്ടായിരുന്നുവെന്ന് അവൻ എന്നോട് പറഞ്ഞു. He told me
that he had gone. Okay, അവൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു. അപ്പൊ ആ എന്ന് വരൂല്ലേ, പോയിട്ടുണ്ടായിരുന്നു എന്ന്, ആ എന്ന് എന്നുള്ള അർത്ഥത്തിലാണ് that വരുന്നത്. He told that he had gone. She said that she is innocent. The book that I read was a novel. Okay, അവിടുത്തെ ദാറ്റിന്റെ അർത്ഥം ആയ എന്ന അർത്ഥത്തിലാണ്. എന്ത് വെച്ചാണ്, ഞാൻ വായിച്ചതായ ബുക്ക് നോവലാണ്. അപ്പൊ ആയ എന്നുള്ള അർത്ഥത്തില് ദാറ്റ് ഉപയോഗിക്കും, എന്ന് എന്നുള്ള അർത്ഥത്തിലും ദാറ്റ് ഉപയോഗിക്കും. യെസ്. ഇനി സ്വന്തമായിട്ട് വേറെ എന്ത് പറഞ്ഞോളൂ. ദാറ്റ് ഇടയിൽ വരാവുന്ന ഒരു വാചകത്തിനിടയിൽ വരാവുന്ന ഒരു സെന്റൻസ് പറയും. യെസ്. അപ്പോ ഞാൻ പറഞ്ഞതൊന്നുകൂടി പറയാണ്. വിച്ച് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ. അവിടെ ഒരു ഇറ്റും കൂടി ചേർത്ത കറക്റ്റ്. ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. അല്ല, ഐ തിങ്ക് ഇതൊരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. Yes. She asked me that about the Operation Sindhu. I saw every day that boy were prayed on the ground. So, I'm going to edit it. യെസ്, ബോയ് ആണ്. ബോയ് വരുമ്പോ വേറെ വരില്ല, വാസുമതി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഈ വിഷയത്തോട് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പൊ അത് നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് അത് പിടിക്കില്ല. യെസ്. ഇനി അടുത്തൊരു വാചകം പറയുന്നു. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ഒരു പരാജയമാകുന്നു. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ഒരു പരാജയമാകുന്നു. ഡോക്ടർ ഡോക്ടറല്ല, പരാജയം എന്നതിന് ഫെയിലിയർ. പറഞ്ഞോളൂ ജസ്ന. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ഒരു പരാജയമാകുന്നു. ഒരു ഡോക്ടറോട് ജസ്ന പറഞ്ഞൊരു വാചകമെന്ന് വിചാരിച്ചു, ഇംഗ്ലീഷിൽ പറഞ്ഞു. അപ്പൊ എങ്ങനെ പറയും? ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ഒരു പരാജയമാകുന്നു. ഓക്കെ 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 ഓക്കെ, ഞാൻ വരാം. ഓക്കെ ഓക്കെ. അപ്പൊ ശ്രീലക്ഷ്മി, ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ഒരു പരാജയമാകുന്നു എന്നുള്ളത് ഒരു ഡോക്ടറോട് പറയാം. ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞു. ഒരു ഡോക്ടർ എന്ന നിലക്ക് നിങ്ങൾ ഒരു പരാജയമാകുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് അവിടെ നമ്മുടെ ആസ് ചെയ്യാം. യെസ്, ആസ്. വെരി ഗുഡ്, വെരി ഗുഡ് ഫാത്തിമ. ആസ് എന്ന് പറയുന്ന വേർഡിന് എന്ന നിലയ്ക്ക് എന്നർത്ഥമുണ്ട്. ആസ് എ ഡോക്ടർ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് യു ആർ ഫെയിലിയർ, നിങ്ങൾ ഒരു പരാജയമാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓക്കെ 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 സഫീറ. അപ്പൊ ആസ് എന്ന് പറയുന്ന വേർഡിന് എന്ന നിലയ്ക്ക് നടത്തണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പറയാം, അച്ഛനോട് പറയാം, ആസ് എ ഫാദർ, ഒരു അച്ഛൻ എന്ന നിലക്ക് യു ആർ സക്സസ്, യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ, നിങ്ങൾ വിജയിച്ച വ്യക്തിയാണ്. യെസ് അല്ല, ആസ് കഴിഞ്ഞതിന് ശേഷം എന്താണോ പറയുന്നത് എന്ന നിലക്ക് എന്നർത്ഥം. ആസ് എ ടീച്ചർ, ആസ് എ ഡോക്ടർ, ആസ് എ ഫാദർ, ആസ് എ മദർ യു ആർ എഫിഷ്യന്റ്. ഒരു അമ്മ എന്ന നിലക്ക് യു ആർ എഫിഷ്യന്റ്, നിങ്ങൾ കഴിവുള്ളവരാണ്. യെസ്, ബട്ട് ആസ് എ വൈഫ് യു ആർ നോട്ട്. പക്ഷെ ഒരു ഭാര്യ എന്ന നിലക്ക് നിങ്ങൾ പോരാ, പക്ഷെ ഒരു അമ്മ എന്ന നിലക്ക് നിങ്ങൾ കഴിവുള്ളവരാണ്. യെസ്, നമുക്ക് പറയാം ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ ഓക്കെ. ആസ് എ, അത് നമുക്ക് പറയാവുന്ന വാചകം. ആസ് എ ഹസ്ബൻഡ് യു ആർ സക്സസ്. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ.
ഇനി അടുത്തൊരു സിറ്റുവേഷൻ പറയും. മകൻ നിങ്ങൾ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ മകൾ ആവശ്യപ്പെട്ടു, നിങ്ങളെ സമ്മതിച്ചില്ല. ലാസ്റ്റ് അതൊരു വഴക്കിലോട്ട് വന്നു. ലാസ്റ്റ് നിങ്ങൾ പറയണം നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക, നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക. ഇഷ്ടം എന്ന് പറയുന്നത് ലൈക്ക് യെസ് ചെയ്യുക എന്ന് പറയുന്നത് ഡു. യെസ്. ഓക്കെ സൗമ്യ, ഇവിടെയും ആസ് വരും. ഇവിടുത്തെ ആസിന്റെ അർത്ഥം എന്താണ്? പോലെ എന്നാണ്. ആസ് യു ലൈക്ക്, നീ ഇഷ്ടപ്പെടുന്നത് പോലെ. ആസ് യു ലൈക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് പോലെ. ഓക്കെ, ഡു ഇറ്റ് ആസ് യു ലൈക്ക്. ഓക്കെ അത് യു ക്യാൻ ഡു യുവർ വിഷ്, നിന്റെ ആഗ്രഹം നിനക്ക് ചെയ്യാം. യെസ്. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ എന്നുള്ള അർത്ഥം വരണമെന്നുണ്ടെങ്കിൽ അവിടെ ആസ് ചേർക്കണം. അവിടുത്തെ ആസിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, പോലെ എന്നാണ്. അപ്പൊ ആസ് എന്ന് പറയുന്ന വാക്കിന് പോലെ എന്നുള്ള അർത്ഥം വന്നിട്ടുണ്ട്, എന്ന നിനക്ക് എന്നുള്ള അർത്ഥം വന്നിട്ടുണ്ട്. ഇനി അവൾ നന്നായി പഠിച്ചതുകൊണ്ട് അവൾക്ക് സമ്മാനം കിട്ടി. അവൾ നന്നായി പഠിച്ചതുകൊണ്ട് അവൾക്ക് സമ്മാനം കിട്ടി എന്ന് ഒരു ഇംഗ്ലീഷ്. അവൾ പഠിക്കുക, സ്റ്റഡി, സമ്മാനം, പ്രൈസ്, PRIZE. ഓക്കെ, അവൾ നന്നായി പഠിച്ചതുകൊണ്ട് അവൾക്ക് സമ്മാനം കിട്ടി. യെസ്, പഠിച്ചത് കൊണ്ട്. ഫാത്തിമ, she received the prize. അവിടെ കൊണ്ട് എന്നുള്ള സാധനം വന്നില്ല. കൊണ്ട് എന്നുള്ള സാധനം വന്നില്ല. ആ കൊണ്ട് എന്നുള്ളതിനും ആസ് ഉപയോഗിക്കുന്നത്. ആസ് ഷീ സ്റ്റഡീഡ് as she studied well, അവൾ നന്നായി പഠിച്ചതുകൊണ്ട്. ഓക്കെ she got ഓക്കെ. അപ്പൊ സഫീറ, ബിക്കോസും ആസും വേണ്ട, രണ്ടും വേണ്ട, ഒരെണ്ണം മതി. ബിക്കോസ് എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ ബിക്കോസ് ആകുമ്പോ അവൾ പഠിച്ചത് കാരണം. യെസ്, ഓക്കെ, നന്നായി പഠിച്ചതുകൊണ്ട്. അപ്പൊ ആസ് എന്ന് പറയുന്ന വേർഡിന് എന്താ അർത്ഥം എന്ന് നോക്കി നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞത് എന്താണ്? ഓക്കെ സഫീറ എന്തൊക്കെ പറഞ്ഞു? കൊണ്ട്, എന്ന നിലയ്ക്ക്, പോലെ. അപ്പൊ നിങ്ങൾ ആസ് എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചൊരു വാചകം കാണുമ്പോൾ നിങ്ങൾ നോക്കണം ഇത് ഏത് അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു അർത്ഥം മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം നമുക്ക് പിടിയിട്ടില്ല. അതെന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കും. അപ്പോ ആസ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് പഠിച്ചു. ആസ് യു സ്റ്റഡീഡ്, ആസ് യു വെന്റ്, നീ പോയത് കൊണ്ട്. ആസ് യു കൺസിഡേർഡ് മീ, നീ എന്നെ പരിഗണിച്ചത് കൊണ്ട്. യെസ്. പിന്നെ പോലെ, ആസ് യു വിഷ്, നിന്റെ ഇഷ്ടം പോലെ. ആസ് യു ലൈക്ക്, നീ ഇഷ്ടപ്പെടുന്നത് പോലെ. ആസ് ദേ ഡിമാൻഡ്, അവർ ആവശ്യപ്പെടുന്നത് പോലെ. അങ്ങനെ നമുക്ക് ആസ് എന്ന് പറയുന്ന വേർഡ് പോലെ എന്നാണ് പറയും. ഇനി അപ്പൊ കൊണ്ടായി, പോലെയായി. പിന്നെ നമ്മൾ പറഞ്ഞു എന്ന നിലയ്ക്ക് എന്ന അർത്ഥത്തിലും ആസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കത് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാനപ്പോ നമുക്ക് ഈ റിലേറ്റീവ് പ്രോഗ്രാമിന് കുറച്ച് എക്സസൈസുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഇനി ഒരു 11 മിനിറ്റ് ഉണ്ട്. ഒരു പെട്ടെന്ന് ചോദിക്കട്ടാ. സിമ്പിൾ ചോദ്യങ്ങളാണ്. മാർക്ക് രേഖപ്പെടുത്താൻ സമയമില്ല. കാരണം 9 മിനിറ്റ് 19, 20, 10 മിനിറ്റ് ഉള്ളൂ. യെസ്, നിങ്ങൾ പറഞ്ഞാൽ മതി. സിമ്പിൾ ആണ്. എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ എച്ചും രണ്ടാമത്തെ ലെറ്റർ ഇയുമാണ്. എച്ച് ആൻഡ് ഇ. യെസ്, ഫസ്റ്റ് ലെറ്റർ എച്ച്, സെക്കൻഡ് ലെറ്റർ ഇ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ടൈറ്റിൽ that appears on the top of a news or article. Okay, Soumya,
Jesta, Safira, okay. It's a correct answer. I don't know whether the parents are heading. It's a correct answer. Very good. Very simple. I don't know. Okay. Very good. Sanila. A place often described. A place often described as full of suffering and fire. A place, a place often described as full of suffering and fire. Oh, that's the way from here. Yes, full of suffering and fire. F-I-R-E. Imagine. Safira, now it is correct. Hell, hell, Naragamana. But full of suffering, Kastapado, and fire. Fire, theme, Kastapado, hell, Naraga. Yes. Other symbol. The back part of food. The back part of food. Okay, Safira, Sanila, Jasna, Jiri, correct. H-E-L, heel, Paranda, H-E-L. Other heel and H-E-L. Our heel of them, Sukapadana, healing, Sukapadana. Okay. H-W. Next question. When you offer, what you offer when someone is in need? What you offer when someone is in need. Okay, Sanila, correct answer. Help on the offer. Correct. Very good. Yes, other. A place believed to be full of peace and happiness. A place, correct. Either heaven, full of peace and happiness. Sandosho, Samadhanam, and Salam. That's what heaven. Okay. Half of the earth divided by the equator. Half of the earth divided by equator. Correct answer, Sanila. Hemisphere. Hemisphere. Okay, Gini. Okay, Safira. Correct answer. Hemisphere. A measurement from base to top. A measurement from base to top. Okay, Safira, just correct answer. Gini, okay. Soumya, correct answer. Height. A natural dye. Dye means D-Y-E. A natural dye used for body art and hair coloring. That's Sanila, Jasna, Jini, Safira, Soumya is a correct answer. A trait, T-R-A-I-T, trait passed down from parents to children. A trait passed down from parents to children. Very good. Okay, Sanila, heritage. Hereditary, I am correct word. Hereditary, paramedic. Okay, correct. Yes, okay, Safira. A medical condition where an organ pushes through the weak spot. A medical condition where an organ pushes through. Okay, Sanila, very good. Hernia. Yes, very good. Just correct. Hernia. Kudalude. Okay. A gas that makes balloons float. A gas that makes balloons float. Okay, so helium, Safira, Ginny is a correct answer. A shape, okay, just that.
A shape with 6 sides. A shape with 6 sides. SIDES. Okay. Fatima, Jenny, hexagon. Okay, Safira, correct. Okay, Sarila. Something that weighs, WEIGHS. Something that weighs a lot. Something that weighs a lot. Okay, Safira, correct answer. That is what is called heavy. G, correct answer. Correct. A person who inherits, INHERITS, a person who inherits wealth or a title. A person who inherits wealth or a title of parents. Correct, parents പറഞ്ഞില്ലേ ഉള്ളൂ. ഓ, ഹെൽത്തി അല്ല സനില, വേറെ വീട്. വെൽത്ത് കിട്ടും. സഫീറ ഇസ് കറക്റ്റ് ആൻസർ. ഹെയർ, അവകാശി, HEIR. കറക്റ്റ്. ഓക്കെ സഫീറ, വെരി ഗുഡ്. അടുത്തത്, to recover from an injury or illness. To recover from an injury or illness. Okay. ഇവിടെയാണ് ഈ ഹീൽ വരുന്നത്. HEAL, ഹീൽ. ഓക്കെ. അടുത്തത്, the past tense of hold. Past tense of hold. Okay, Sanila, Jesta, Fatima, Ginny, correct. അടുത്തത്, a plant used for medicine or cooking. A plant, PLANT. A plant used for medicine or cooking. Okay, yes, correct. Herb. Okay, correct. അടുത്തത്, okay, Safira, a female lead character. A female lead character. Okay, Jessica, correct answer. Heroine. Very good. Ginny, okay. Safira, correct. Heroine. Yes. Another. A state, STAD, a state of being free from illness. A state of being free from illness. Okay. Healthy. Okay, Jessica. Sanila, correct. Very good. Ginny, correct. Healthy. Okay. Safira, correct. அடுத்தது, a common greeting. A common greeting. Correct, Jessica. Hello. Yes, H illuminum ആരംഭിക്കുന്നത് hello. It's a correct answer. Ginny, Safira, Sanila, it's a correct answer. അടുത്തത് ഈ ഇനത്തിലുള്ള ലാസ്റ്റ് ചോദ്യമാണ്. To pause, PAUSE. To pause before making a decision. To pause before making a decision. And very. PAUSE, pause. Pause എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്നാണ്. Stop before making a decision. പ്രേമം. മടിക്കുക എന്നുള്ള ഇംഗ്ലീഷ് വരുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും? H ആണ് അടുത്ത അക്ഷരം, E ആണ് അടുത്ത അക്ഷരം, അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം S ആണ്. ഈ ബാക്കി പറ. HES വരെ പറഞ്ഞിട്ടുണ്ട്. മടിക്കുക,
It's a correct answer, Sanila. Hesitate. Okay, very good, very good. Safira, Ginny, very good, very good. Hesitate, hesitate. Okay. അപ്പോൾ നമ്മള് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. We will meet in the next class. Okay, bye. Thank you, sir. Okay.